ഇന്ന് നമുക്ക് ഓണം സദ്യയിലെ എരിവും പുളിയും മധുരം ഒക്കെയുള്ള നല്ലൊരു പുളിയിഞ്ചി ഉണ്ടാക്കിയാലോ. അതിനായി ചെറുതായി അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയും പുളി പിഴിഞ്ഞ് അരിച്ചു വെച്ച വെള്ളവും ശർക്കരപ്പാനിയും വേണം. ഇനി ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തിളച്ച് വരുമ്പോൾ ശർക്കരപ്പാനി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വറ്റിച്ചെടുക്കാം. ഇനി 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നന്നായി വറ്റിച്ചെടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ചട്ടിയിൽ കിടന്ന് സെറ്റായിക്കൊള്ളൂ. അപ്പോൾ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്.